നമ്മുടെ കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കരയിൽ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കുറച്ച് യുവാക്കൾ ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ആദ്യം കാണാം, എന്നിട്ട് വരാം. യെസ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ചെറിയ കുട്ടി അവൾ സൈക്കിളിൽ ചൂയിങ്കം മേടിക്കാൻ വന്നേക്കായിരുന്നു. എന്നിട്ട് അത് മേടിച്ചു വായിലിട്ടപ്പോഴത്തേക്ക് തന്നെ തൊണ്ടയിൽ കുടുങ്ങി, ചോക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടി ഉടനെ തന്നെ അവിടെയുള്ള കുറച്ച് ആൺകുട്ടികൾ അവിടെ നിൽക്കണ്ടായിരുന്നു, യുവാക്കൾ നിൽക്കണ്ടായിരുന്നു. അവരോട് പോയിട്ട് ഹെൽപ്പ് ചോദിച്ചു. ഒരാൾ അതിനൊരു സമയം പോലും എടുത്തില്ല. അവരെന്താണെന്ന് ചോദിച്ച ഉടനെ തന്നെ അത് മാറ്റി നല്ലപോലെ പുറത്തൊക്കെ തട്ടി നമ്മൾ എങ്ങനെയാണ് ചോക്ക് ചെയ്തൊരു കുട്ടിക്ക് ഹെൽപ്പ് കഴിയേണ്ടത് എന്നറിഞ്ഞ് അത് ചെയ്ത് ആ കുട്ടിയെ രക്ഷിച്ചിരിക്കുകയാണ്. ഭയങ്കര വൈറലായിട്ടുണ്ട് ഈ വീഡിയോ. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവായിട്ടുള്ളൊരു ഉപയോഗം ഇതിൽ വല്ലാതെ നമുക്ക് കാണും. കാര്യം, ഒരു ചോക്ക് വന്ന ഒരു കുട്ടിക്ക്, അതായത് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടി മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. അതിലൂടെ ആയിരിക്കാം അവരത് കണ്ട് പഠിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ എന്താണ് സംഭവം നേരിട്ട് അറിയില്ലെങ്കിലും അതാണെന്നാണ് തോന്നുന്നത്. കാര്യം ഒത്തിരി പേർക്ക് ഇതറിയാം. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് അറിയുകയും അല്ലെങ്കിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുള്ള ആളുകൾ നേരിട്ട് പോയി അറിയുന്നതിലൊക്കെ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ആ കൊച്ചിൻ്റെ ഒരു മനോധൈര്യമാണ്. അതായത് തനിക്കൊരു ചോക്കിങ്, അതായത് തൊണ്ടയിൽ എന്തോ കുടുങ്ങി, എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് എന്ന് തിരിച്ചറിഞ്ഞ കുട്ടി ഉടനെ പോയിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് എനിക്കിങ്ങനെ പറ്റി, എന്നെ രക്ഷിക്കൂ എന്ന് ആ കുട്ടി പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഇപ്പം കാണാനില്ല, അല്ലേ? നമുക്കൊരു അപകടം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ ഓടിച്ചെന്ന് രക്ഷിക്കാനുള്ള ആളുകൾ കുറഞ്ഞു വരുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നും നോക്കാതെ ചാടി വീണ് രക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. സോ ഭയങ്കര സന്തോഷമായി വീഡിയോ കണ്ടപ്പോൾ. അവരെല്ലാവരും നമ്മൾ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുകയും വേണം. ഒരു ചോക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം, വലിയ ആളെയും, കുഞ്ഞുങ്ങളെന്നൊന്നുമില്ല വലിയ ആളെയും എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ പഠിച്ചു വെക്കുന്നത് അത്യാവശ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?